നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. PSC കോഴ വിവാദത്തിൽ വിശദീകരണവുമായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണ്. പുറത്താക്കപ്പെട്ടവർക്ക് വീരപരിവേഷം നൽകുകയാണെന്നും സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലുണ്ട്. VS രഞ്ജിത്ത് നമുക്കൊപ്പം എത്തുന്നു. വീണ്ടും VS രഞ്ജിത്ത്, വെൽക്കം ബാക്ക്. പ്രമോദ് കോട്ടൂളി വിഷയത്തിൽ ഇപ്പോൾ സംഘടനയ്ക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുന്നു. പ്രമോദ് കോട്ടൂളിയുടെ വാചകങ്ങൾ കൂടുതലായി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിശദീകരണം വരുന്നത്? തീർച്ചയായിട്ടും ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയ ശേഷവും PSC കോഴ എന്ന് പറയുന്നത് പാർട്ടിക്കും സർക്കാരിനും മുകളിൽ വലിയ ചോദ്യചിഹ്നമായി പ്രതിഷേധമായി ഇരമ്പുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അത്തരമൊരു വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ വിശദീകരണക്കുറിപ്പിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, PSC കോഴ എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും നുണപ്രചരണമാണ്. അത്തരത്തിലുള്ളൊരു ആരോപണം പാർട്ടിക്ക് മേലില്ല. പ്രമോദിനെതിരെ എടുത്തിരിക്കുന്ന അച്ചടക്ക നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ട് എടുക്കുന്നതാണ്. ഇങ്ങനെ അച്ചടക്ക നടപടിക്ക് വിധേയരായി പുറത്താക്കപ്പെടുന്ന വ്യക്തികളെ വീരപരിവേഷം നൽകി കൊണ്ട് നടന്ന് അവരുടെ പ്രസ്താവനകളൊക്കെ ഈ രീതിയിൽ ആഘോഷിക്കുന്നത് മാധ്യമങ്ങൾക്ക് പതിവായിട്ടുള്ള ശൈലിയാണ്. നേരത്തെയും ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ വീരപരിവേഷം നൽകി കൊണ്ടു നടന്നിരുന്നു. അത്തരം പ്രചാരണങ്ങളൊന്നും തന്നെ വിലപ്പോവാൻ പോകുന്നില്ല. PSC കോഴ ആരോപണം ഇല്ല എന്നും പ്രമോദിനെ പുറത്താക്കിയത് അതിൻ്റെ പേരിലല്ല എന്നും ഉറപ്പിക്കാനും ഇപ്പോൾ നടക്കുന്ന പ്രതിപക്ഷ പ്രചാരണങ്ങൾക്കും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുമൊക്കെ ഒരു മറുപടിയായിട്ട് കൂടിയാണ് ഇന്നത്തെ വിശദീകരണത്തെ കാണേണ്ടത്. ഓക്കെ, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമെന്ന് പാർട്ടി വിശദീകരിക്കുകയാണ്.